ഓൾക്ക് ശരിക്കും മുത്തിനോട് പക്ക മറക്കുവാനാവുമോ മഹമൂദിനെ, മരുഭൂവിൽ മലർ പെയ്ത മഹബൂബിനെ, മക്കതിൻ മൃദു മന്ദമാരുതനേ, മക്കതിൻ മൃദു മന്ദമാരുതനേ, നന്മതൻ നാമ്പായ നായകരേ, നായകരേ. ഒരു തലയിൽ കെട്ടാരനല്ലോ പറയുന്നത്, നമുക്കൊന്ന് കേട്ടോ കല. സത്യത്തില് വഹാബികളായ ആളുകൾക്ക് മുത്തുനബിനോട് ഒരു തരിക്ക് പോലും സ്നേഹമില്ല. ഓൾക്ക് ശരിക്കും മുത്തിനോട് പക്ക വെറുപ്പാണ്. കണ്ടില്ലേ, കളവ് പറയാൻ വേണ്ടി ഇഹ്റാം കെട്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുത്തിന്റെ മേലെ സ്വലാത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിന്റെ മുന്നിലിരുന്ന് എത്രയോ സ്വഹാബത്ത് പാട്ട് പാടിയിരുന്നു മുത്തുനബിനെ പുകഴ്ത്തിയിട്ട്. എന്നാല് ഇന്ന് വരെ ഏതെങ്കിലും ഒരു വഹാബി മുത്തുനബിനെ പുകഴ്ത്തി പാട്ട് പാടങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് ചങ്ങായി. യൂട്യൂബിൽ ഈണമെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് ഇല്ലാത്ത ഇസ്ലാമികപരമായ ഒരുപാട് ഗാനങ്ങൾ വളരെ മനോഹരമായി കുട്ടികളൊക്കെ പാടിവെച്ചത് നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. അതിൽ തന്നെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അതിലും നിങ്ങൾക്ക് കുറേ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി സാധിക്കും. അതുമാത്രവുമല്ല, നിരവധി പാട്ടുകൾ വേറെയും പല പേജുകളിലായി കിടക്കുന്നുണ്ട്. സുന്നികളെ കളിയാക്കാൻ വേണ്ടി അവർ പാട്ടാടിയിട്ടുണ്ട്. അല്ലാതെ ഓലൊരു വേദിയിൽ മുത്തുനബിനെ പറ്റിയിട്ട് ഒരു പുകഴ്ത്തി ഒരു പാട്ട് എഴുതി ഒരു പാടിയതായിട്ട് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. നീ കേൾക്കാത്തതിന് അങ്ങനെ ഇല്ല എന്നൊന്നും അർത്ഥമില്ലല്ലോ. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പാടിയത് അള്ളാഹു അറാമാക്കിയ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ. മാത്രവുമല്ല, സമസ്ത പെൺകുട്ടികൾ ഓണത്തിന് ഡാൻസ് കളിച്ച മാത്രമല്ല, റസൂലുള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ട് മ്യൂസിക്കിന്റെ അകമ്പടിയോടെ ഒരുത്തം പാടുമ്പോൾ അതിനും ഇസ്ലാമിക വസ്ത്രം പോലും കൃത്യമായി ധരിക്കാതെ ആടുകയും പാടുകയും ചെയ്യുന്ന ആണെന്നുമുണ്ട്. അതൊക്കെ ഇവരുടെ കാട്ടിക്കൂട്ടൽ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായിരിക്കും അല്ലേ? ഞാൻ ഇന്ന് കുറേ സെർച്ച് ചെയ്തൊക്കെ യൂട്യൂബിൽ ഒരു ഹുബ്ബ് റസൂൽ പ്രഭാഷണം കിട്ടാനായിരുന്നു വഹാബിന്റെ. അതും ഇഷ്ടം പോലെ ഉണ്ട് ചങ്ങാതി. നീ സെർച്ച് ചെയ്തത് മാറിപ്പോയത് കൊണ്ടാണ്. ഒരുപാട് പ്രഭാഷണങ്ങൾ ഹുബ്ബ് റസൂൽ പ്രഭാഷണം എന്ന രീതിയിൽ തന്നെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. കിട്ടിയില്ല, എനിക്ക് സത്യമാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് കിട്ടൂല, നീ ഖുറാഫിയാണല്ലോ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി എന്നിട്ട് പറയും. ആ സെർച്ച് ചെയ്ത് നോക്ക്. ഹുബ്ബ് റസൂൽ പ്രഭാഷണം ഇഷ്ടം പോലെ ഉണ്ട്. പ്രവാചക സ്നേഹം എന്ന പേരിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്, അവിടെയും ഇഷ്ടം പോലെ കാണും. ഒരു സ്വലാത്ത് മജ്ലിസ് പോലും നടത്തലുണ്ടാവും. സ്വലാത്ത് മജ്ലിസ് എന്ന പേരിൽ ഒരു മജ്ലിസ് നമ്മൾ നടത്താറില്ല. പക്ഷെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്ന് നിരന്തരം സമൂഹത്തെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ്. സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരു പറയലുണ്ടാവും. ഏതെങ്കിലും ഒരു പരിപാടി വെച്ചിടുമ്പോൾ ഒരു സ്വലാത്ത് അല്ലലുണ്ടാവും. ഒരു സ്വലാത്തിന് 10 പുണ്യമുണ്ട് എന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന നിരവധി പ്രഭാഷണങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ നടത്തിയതടക്കം നമുക്ക് ഇപ്പോഴും ലഭ്യമാണ്. മാത്രവുമല്ല, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ് സലഫികൾ. മുജാഹിദിന്റെ പ്രഭാഷണങ്ങൾ ഏതെങ്കിലും റോഡരികിൽ നിന്ന് കേട്ട ആളുകൾക്ക് പോലും അറിയാം പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണം എന്നൊക്കെ മുജാഹിദുകൾ പറയുന്നു. തന്നെ പോലെ മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിൽ അടയിരിക്കുന്നവർക്ക് ചിലപ്പോൾ അത് കേൾക്കണമെന്നില്ല. ഞാൻ ഇതൊന്നും ഇന്ന് വരെ കണ്ടിട്ടില്ല, സത്യം പറയാലോ. താൻ ഇന്നേ വരെ ഒരു മുജാഹിദിന്റെ ഒരു പ്രഭാഷണവും കേട്ടിട്ടില്ല. ഇവർക്ക് മുത്തുനബിനോട് ഇങ്ങനെ വലിയ സംഭവം ഇവർ പറയും. ഇന്ന് വരെ മുത്തുനബിനോട് ഒരു മഹബത്ത് ഇവരുടെ ഉള്ളിലില്ല. മിനിമം ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മുത്തുനബിന്റെ മദ്ഹ് പറയലാണ്, അല്ലെങ്കിൽ സ്വലാത്തിലാണ്. അതുപോലെ ഓരോരുത്തരും പിന്നെ എന്താ പോലും ശരിക്കും ചെയ്യുന്നത്. മുജാഹിദുകളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നീണ്ടു കിടക്കുന്ന താടികൾ കാണാം. അത് പ്രവാചകനുള്ള സ്നേഹം കൊണ്ടാണ്, പ്രവാചകന്റെ കൽപ്പന അനുസരിച്ചാണ്. നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചതായി കാണാം. അത് പ്രവാചക സ്നേഹം കൊണ്ടാണ്. അതായത് പ്രവാചക സ്നേഹം എന്നത് ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്നതാണ്. ഒരു ശരിക്ക് നന്മ മുടക്കികൾ എന്ന് ഞാൻ പറയും. സ്വലാത്തല്ലോനാലേക്കൂല, മുത്തുനബിന്റെ മദ്ഹ് പാടാനോലായിക്കൂല, അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ വെച്ച് അതുപോലെ സമ്മതിക്കൂല, ഒന്നും ഓൽക്ക് പറ്റൂല. അപ്പൊ ശരിക്കും ഇതിന്റെ അർത്ഥം എന്താ? അവർക്ക് മുത്തുനബിനോട് ഭയങ്കര വിദ്വേഷമാണെന്നല്ലേ. അപ്പൊ ഇതാണ് വഹാബിസം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെതല്ലേ ശിഷ്യൻ. ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കുമെന്നും, ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കുമെന്ന് വിശദീകരിച്ചത്. ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ. വല്ലാഹി പറഞ്ഞാൽ ശേഷം വരാൻ പോകുന്നത് കളവാണെന്ന് ഉറപ്പാ. സുമ്മ വല്ലാഹി വന്നാൽ പച്ചക്കള്ളമാണ്. ഇവർ തന്നെ ഇവരുടെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ ഉയർന്ന സ്റ്റേജുകളിൽ പോലും പച്ചക്കളവുകൾ പറയുന്ന ആളുകളാണ് ഞങ്ങളുടെ നേതാക്കന്മാര് എന്ന് നിഷേധിക്കാൻ ധൈര്യമുണ്ടോ? അതുപോലെ കളവ് പറയാൻ വേണ്ടി ഇഹ്റാം കെട്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് എന്ന് ഇവരുടെ നേതാക്കന്മാര് തന്നെ പറഞ്ഞു വെച്ചതല്ലേ. പച്ച നോണ വിളിച്ചു പറയാം. നോണ അതിന് പ്രായമുള്ളവരും കണക്കാണ്, ചെറുപ്പക്കാരും കണക്കാര്. കുല്ലുഹും മജ്മഉൻ നോണ പറയാനായിട്ട് ഇഹ്റാം കെട്ടി ഇറങ്ങിക്കുന്നു. മാത്രവുമല്ല, എനക്ക് പറയാനുള്ളത് ഒരു സഖാഫി നിനക്ക് പറഞ്ഞു തരും. അള്ളാഹുടെ ദീന് ഹക്കായി പറഞ്ഞ ആളുകളെയും ആ ശരിയായ ദീനിന്റെ വാഹകരെയും ആരെയൊക്കെ നിങ്ങൾ ഇവിടെ വ്യാജന്മാരാക്കിയിട്ടുണ്ടോ, കള്ളന്മാരാക്കിയിട്ടുണ്ടോ, ആ പണി ഇവിടെ കേരളത്തിൽ നടക്കൂലത്. അതെ, ഇനി കേരളത്തിൽ ഇത് നടക്കില്ല. ദജ്ജാലുകളെ ഈ ഉമ്മത്തിലെ കബളിപ്പിക്കലുകാരായ ഒരു വിഭാഗം വരും. നിലവിലുള്ളോലല്ല, നിലവിലുള്ള ഒന്നിലേക്ക് മറ്റൊരു കരിഞ്ചന്ത വരുന്നതിനെ കുറിച്ചാണ് അള്ളാന്റെ റസൂല് പറയുന്നത്. അവരാരാണ്? നല്ല നുണ പറയുന്ന കക്ഷികളാണ്. പിന്നെ ആരാണ്? വദജ്ജാലൂൻ, അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ?
അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുന്ന കളവ് പറയുന്നത് പോലെ ഉണ്ട്. സന്തോഷായോ?